കഴിഞ്ഞ 5 മാസങ്ങളായി ഞാൻ രോഗം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ആശുപത്രി 10-20,000 രൂപ ചിലവാക്കി. എനിക്ക് ഒരു കുറവും കിട്ടിയില്ല. ഇവിടെ പല പ്രാവശ്യം വന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് അത്ഭുതകരമായ വിടുതൽ കിട്ടി. എനിക്കിപ്പോൾ ഒരു അസുഖമില്ല, ഒരു ഗുളിക ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ അച്ഛനും നന്ദി പറയുന്നു. ഈ മകൾ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസിയാണ്, എന്നാലും ഈശ്വര വിശ്വാസി, യേശുവിൽ മാതാവിൽ ഒത്തിരി പ്രത്യാശ വെച്ചവളാണ്. എന്നും ഛർദി അത് മാറാതെ വന്നപ്പോൾ ഇവിടേക്ക് ഓടി വന്നു. അച്ഛാ ഒന്ന് കാണാൻ അവസരം തരുമോ? വന്നു. പല പ്രാവശ്യം വന്നു. അച്ഛൻ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവശയായ ആ വീട്ടിൽ അച്ഛൻ പോയി. എന്നാലും ഛർദി മാറിയില്ല. ഈ മകൾ വീണ്ടും ഇന്നലെയും ഛർദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഇവിടെ വന്ന് അടുത്താരയ്ക്ക് മുൻപിൽ നിർത്തിക്കൊണ്ട് സക്രാരി തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ, ദിവ്യകാരുണ്യ മരിയഭവനത്തിൽ വരുന്നവരുടെ വിശ്വാസം ശക്തിപ്പെടുവാൻ, ഇവിടെ അയൽവാസികളും മറ്റും വിശ്വാസത്തിൽ വളരുവാൻ ഈ മകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നിങ്ങളോട് ചേർന്ന് മരിഭവനത്തിൻ്റെ സകലരോടും ചേർന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ദൈവം കേട്ടു, അനുഗ്രഹിച്ചു. ഒന്ന് വന്നോട്ടെ, എനിക്ക് ലഭിച്ച അനുഗ്രഹം ഒന്ന് പറയാനൊരു അവസരം തരുമോ എന്ന് വിളിച്ച് ചോദിച്ചു. ഇന്ന് വന്നോട്ടെ, അങ്ങനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ തന്നെ ഈശോ പറഞ്ഞ് വന്നതാണ്. ഈ അമ്മയെയും ഈ അമ്മയുടെ മക്കളെ അധ്വാനിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമുക്ക് ഓട്ടോറിക്ഷയാണ് വരുമാന മാർഗം. നമുക്ക് ഈ മക്കളെയും ഈ അമ്മയെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയവൾ, ദൈവം അതിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം എനിക്ക് എൻ്റെ നാമത്തെ പ്രതി കൊടുത്താൽ അതിന് പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, അനേകം പേരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യമായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഇവർക്ക് കർത്താവ് പ്രതിഫലമായി മക്കൾ അനുഗ്രഹീതരാകട്ടെ, ഈ കുടുംബം അനുഗ്രഹീതരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരം ഉയർത്തിയൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.